ഐ എം വെരി സോറി ടു സേ. നീ ഇവിടെ നിൽക്കണ്ട, നിന്റെ വീട്ടിൽ പോക്കോ. ബുൾഷിറ്റ്. നീ എന്താടി എന്നെ പറ്റി വിചാരിച്ചേക്കുന്നേ? നീ എന്നെ ഇറക്കി വിടാന്ന് വിചാരിച്ചോ? ഞാൻ ആ സെൻസിലല്ല പറഞ്ഞേ. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് ഇവിടുന്ന് പോവാം. നീ ചെന്ന് നിന്റെ മമ്മിയുടെ പെർമിഷൻ വാങ്ങിട്ട് വാ. ചെല്ല്, പോ. അപ്പൊ നിനക്ക് എന്റെ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ ലൈഫ് ഒരു കാര്യമില്ലേ? അല്ല, നീ ഏതോ വേറൊരു വേൾഡില്ല. പലവേ നീ എന്താ വിചാരിച്ചേക്കുന്നേ? നിന്റെ ക്യാരക്ടർ കണ്ടിട്ടോ ഓർ നിന്റെ അപ്പിയറൻസ് കണ്ടിട്ടോ ഞാൻ നിന്നെ കെട്ടിയാണെന്നോ? ആണോ? അതെ, ഇതുവരെയുള്ള എന്റെ വിശ്വാസം അതാണ്. എന്തോ പറയാനാ നോക്കിയേ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതങ്ങ് ബ്രേക്ക് ചെയ്താലുണ്ടല്ലോ നിന്റെ എല്ലാ പ്രോബ്ലവും തീരും. അതിനുവേണ്ടി പറയുക. അല്ലേലും ഞാനിത് പറയണമെന്ന് കുറെ നാളുകൊണ്ട് വിചാരിച്ചതാ. ഞാൻ നിന്നെ പ്രേമിക്കുമ്പോഴും കെട്ടിയപ്പോഴും നിന്റെ പപ്പ ഉണ്ടാക്കിയ ബിസിനസിന് മുന്നിലെ ഒരു ഡോള് മാത്രമായിരുന്നു. വലിയ കടകളുടെ മുമ്പിലൊക്കെ ഡിസ്പ്ലേക്ക് വെക്കില്ലേ, അതുപോലൊരു സാധനം. മൈ എയിം വാസ് മണി. ഇപ്പൊ അതിന്റെ കൺട്രോൾ എന്റെ കയ്യിലാ. അതൊക്കെ ഇവിടെ ഇട്ടട്ടെ, നിന്റെ കൂടെ വരാൻ നിന്റെ ചിറ്റപ്പനെ പോലെ ഫൂളൊന്നും അല്ല ഞാൻ. ഇപ്പൊ നീ എന്ന് നിന്റെ പപ്പയോടും അമ്മയോടും ചെന്ന് ചോദിക്ക്, ഇവിടുന്ന് ഋഷി പോണോ പല്ലവി പോണോ അതോ നമ്മൾ രണ്ടുപേരും പോണോന്ന്. ചെല്ല്, ചോദിക്ക്. അത് ചോദിക്കേണ്ട കാര്യമില്ല ഋഷി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.